തീർച്ചയായും ഈ യുദ്ധാന്തരീക്ഷം, അതുപോലെ തന്നെ ഈ ട്രംപിന്റെ അനാവശ്യമായിട്ടുള്ള നികുതി, അതൊക്കെ മറ്റുള്ള ഒരുപാട് ഷെയർ മാർക്കറ്റിനൊക്കെ ബാധിക്കുന്നുള്ള ഭയം മൂലമാണ് ആളുകൾ സ്വർണം ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മൂലധനം എന്നുള്ള നിലയ്ക്ക് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ സ്വർണം വില കൂടുന്നത്. അത് ആഭരണ വിപണിയിൽ വലിയ ദോഷമാണ് അത് മൂലം ഉണ്ടാക്കുക. കാരണം ആഭരണങ്ങൾ വാങ്ങാനുള്ളത് സാധാരണക്കാര് അത് അവർക്ക് വാങ്ങാൻ സാധിക്കാത്തൊരു വിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് നിർമ്മാതാക്കൾക്കും അതുപോലെ തന്നെ ജ്വല്ലറി നടത്തിക്കൊണ്ടു പോകുന്നവർക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ട് കുറെ നാളുകളായി. ഒരുപാട് കടകളൊക്കെ പൂട്ടുകയും ആഭരണശാലകള് അടച്ചിടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലെ അവസ്ഥ നിൽക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, മൊത്തം ഇന്ത്യയിൽ കച്ചവടം കുറഞ്ഞിരിക്കുകയാണ്. ഈ വരും ദിവസങ്ങളിൽ ഒരു സ്വർണത്തിന് ഇപ്പോൾ 77,000 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു താങ്ങാനാകുന്നൊരു വിലയല്ല. 77,000 ഒരു പവന്റെ മാത്രം വിലയാണ്. അതിനിപ്പോൾ നമുക്കറിയാം ഈ പണിക്കൂലിയൊക്കെ വരുമ്പോൾ 10,000 20,000 ഒക്കെയാണ്. ഭയം കൂടിയുണ്ട്. ഇനിയിപ്പോ ഈ വില കൊടുത്ത് സ്വർണം വാങ്ങി കുറച്ചു നാൾ കഴിഞ്ഞു ഈ താരിഫ് പ്രശ്നങ്ങളോ മറ്റുള്ള മാറിക്കഴിഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞുപോയി, കണ്ടമാനം ഇടിഞ്ഞുപോയി കഴിഞ്ഞാൽ ഇപ്പൊ കൊടുക്കുന്ന പൈസ നഷ്ടപ്പെടുന്നുള്ളൊരു ഭയം കൂടി ജനങ്ങളുടെ ഉള്ളിലുണ്ട്. തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു 77,000 രൂപയ്ക്ക് സ്വർണം വാങ്ങുന്നു. നാളെ ഈ വിപണി ആകെ മാറി മറിയുമ്പോൾ ഈ നേരത്തെ നമ്മോടൊപ്പം സംസാരിച്ച ശ്രീമതി മേരി ജോർജ് പറഞ്ഞു വെച്ചത് 40,000 രൂപയിലേക്ക് വരെ സ്വർണത്തിന്റെ വില എത്തിയേക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ച് ഒരു പവൻ അന്ന് ഈ വാങ്ങുന്നതിന്റെ പകുതി തുകയായി മാറുകയല്ലേ? 40,000 രൂപയിലേക്ക് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മേരി ജോർജ് വലിയ ഒരു സാമ്പത്തിക വിദഗ്ധയാണ്. പക്ഷെ ഈ സ്വർണം എന്ന് പറയുന്നതിന്റെ അത് ഉണ്ടാക്കാൻ തന്നെ ഏകദേശം നല്ലൊരു തുക വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മൈനുകളിലൊക്കെ സ്വർണം കിട്ടാനും അത് ഒരു വലിയ ഒരു ടൺ മണ്ണിൽ നിന്നുമാണ് നമുക്ക് 1 ഗ്രാം സ്വർണ്ണമൊക്കെ കിട്ടുന്നത്. അത് 1 ഗ്രാം തന്നെ കിട്ടുന്നില്ല, 300 മില്ലി 700 മില്ലിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എന്തായാലും അത് ഉണ്ടാക്കുന്നതിനുള്ളൊരു കോസ്റ്റ് വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് ക്രമാതീതമായിട്ട് കുറയില്ല, ഒരു 6,000 രൂപയൊക്കെ ഗ്രാമിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ജുവലറികളിലൊക്കെയുള്ള ഒരു തിരക്ക് അതൊക്കെ എങ്ങനെയാണ്? സാധാരണക്കാർക്ക് അത്ര പെട്ടെന്നൊന്നും അഭിഭാഗ്യമാകുന്ന ഒരു സമയമല്ലല്ലോ ഇതിപ്പോൾ സ്വർണം വാങ്ങാൻ. സാധാരണക്കാര് സ്വർണം വാങ്ങുന്ന രീതി തന്നെ മാറ്റി. ഇപ്പോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വളരെ കുറച്ച് സ്വർണം മാത്രമാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും ഈ ഒരു സമാനമായ രീതിയിലാണ് സാഹചര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ ജുവലറികൾക്ക് സാധാരണഗതിയിൽ നമ്മൾക്ക് ആളുകൾക്ക് വാങ്ങാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അതിൽ നിന്ന് വിട്ടുപോകും. പിന്നെ ആളുകൾ തിരിച്ചു വരില്ല. അതൊരു അത്യാവശ്യ സാധനമല്ലാതെയായി മാറുകയാണ് ചെയ്യുന്നത്. ആളുകൾക്ക് അപ്രാപ്യമാകുമ്പോൾ ആളുകൾ അതിൽ നിന്നും സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അപ്പൊ പിന്നെ ആളുകൾ അതിലേക്ക് വരുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.